എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപി എന്ന പൗരാണിക മഹാസാമ്രാജ്യ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ കേരളത്തിൽ നിന്നും പോകുന്നവർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഹംപി എക്സ്പ്രസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹംപി എക്സ്പ്രസ് കേരളത്തിൽ നിന്നും ഹംപിക്ക് പോകുന്ന ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ സർവീസാണ്. ഹംപി എക്സ്പ്രസ് മാത്രമാണ് കേരളത്തിന് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ മനോഹരമായ ഹംപി എന്ന പ്രദേശത്തിന് അടുത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ. ഇത് ദിവസേന ഉള്ള ഒരു ട്രെയിൻ സർവീസാണ്. ഹംപിയിലെ ഈ മനോഹര ദൃശ്യങ്ങൾ, കാഴ്ചകൾ, അത്ഭുതകരമായ അറിവുകൾ ഒക്കെ നമുക്ക് കാണുവാനും നേടുവാനും ഹംപി എക്സ്പ്രസിനാണ് യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഹംപി എക്സ്പ്രസിനെ കുറിച്ചാണ്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമായ മൈസൂരുവിനും ഹുബ്ലി ജംഗ്ഷനും ഇടയിൽ സർവീസ് നടത്തുന്ന പ്രതിദിന എക്സ്പ്രസ് ട്രെയിനാണ് ഹംപി എക്സ്പ്രസ്. 1980 മുതൽ ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. 678 കിലോമീറ്ററാണ് ഈ ട്രെയിൻ ഹുബ്ലി വരെ എത്തുമ്പോൾ താണ്ടുന്നത്. ശരാശരി ഹുബ്ലി വരെ മൈസൂരിൽ നിന്നും 15 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഹംപിയിലേക്ക് പോകുന്ന യാത്രക്കാർ ഇറങ്ങേണ്ട ഹോസ്പേട്ട് എന്ന റെയിൽവേ സ്റ്റേഷൻ വരെ മൈസൂരുവിൽ നിന്നും 11 മണിക്കൂറാണ് യാത്രാ സമയം. 165-92 എന്ന നമ്പറിലാണ് മൈസൂരുവിൽ നിന്നും ഈ ട്രെയിൻ ഹുബ്ലിയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ഹംപി എക്സ്പ്രസ് കേട്ടോ. അങ്ങനെ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. 6:50 ഈ ട്രെയിൻ എടുക്കുന്നത്. ഞാൻ സീറ്റൊക്കെ അവിടെ പിടിച്ച് ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. 6:50 ഇവിടുന്ന് എടുക്കുന്ന, മൈസൂരിൽ നിന്ന് എടുക്കുന്ന ഈ വണ്ടി ഹോസ്പേട്ട് എന്ന് പറയുന്ന ഹംപിക്കടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ രാവിലെ 7 മണിയാവും. AC 2 ടയർ, AC 3 ടയർ, സ്ലീപ്പർ, അൺറിസർവേഡ് അങ്ങനെയുള്ള ക്ലാസുകളാണ് ഹംപി എക്സ്പ്രസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരാശരി 50 കിലോമീറ്റർ സ്പീഡിലാണ് ഹംപി എക്സ്പ്രസിന്റെ ഓട്ടം. കൃഷ്ണരാജപുരം ആസ്ഥാനമായിട്ടുള്ള വാപ് 7 ഇലക്ട്രിക് ലോക്കോമോട്ടീവാണ് ഈ ട്രെയിനെ ആദ്യ അവസാനം നയിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായ ചരിത്ര നഗരം ഹംപിയുടെ പേരിൽ ഈ ട്രെയിൻ അറിയപ്പെടാൻ കാരണം ഇത് ഹംപിയുടെ തൊട്ടടുത്തുകൂടി പോകുന്ന ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. മൈസൂരിൽ നിന്നും കെങ്കേരി, ബാംഗ്ലൂർ, യശവന്ത്പൂർ, യലഹങ്ക, ഹിന്ദുപ്പൂർ, ധർമാവരം, അനന്തപൂർ, ഗുണ്ടക്കൽ, ബെല്ലാരി, ഹോസ്പേട്ട് വഴിയാണ് ഇത് ഈ ഹംപി എക്സ്പ്രസ് ഹുബ്ലി വരെ എത്തിച്ചേരുന്നത്. വളരെ സുന്ദരമായ കാഴ്ചകളുള്ള ഒരു പ്രദേശത്തു കൂടിയാണ്
ഹംപി എക്സ്പ്രസ് കടന്നു പോകുന്നത്. തീർച്ചയായും ഹംപിക്ക് പോകുമ്പോൾ പകൽ സമയങ്ങളിലെ കാഴ്ച നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് ഹംപി എക്സ്പ്രസിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. 165-92 എന്ന നമ്പറിൽ മൈസൂരിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഹംപി എക്സ്പ്രസ് പുറപ്പെടും. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഹോസ്പേട്ട് എന്ന സ്റ്റേഷനിലെത്തും. ഹംപിയിൽ പോകേണ്ടവർ ഈ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഹംപി എക്സ്പ്രസ് പിന്നെയും സഞ്ചരിച്ച് 10:40 ഹുബ്ലിയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആ ഷെഡ്യൂൾ അവിടെ അവസാനിക്കുന്നു. പിന്നെ 16-591 നമ്പറിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:20 ഹുബ്ലിയിൽ നിന്നും മൈസൂരേക്ക് ഈ വണ്ടി ഈ നമ്പറിൽ യാത്ര തിരിക്കുന്നു. ഹംപിക്കടുത്ത ഹോസ്പേട്ട് സ്റ്റേഷനിൽ രാത്രി 9 മണിയോടുകൂടി ഹംപി എക്സ്പ്രസ് എത്തിച്ചേരും. പിറ്റേന്ന് രാവിലെ 9:20 മൈസൂരിലേക്കും ഹംപി എക്സ്പ്രസ് എത്തിച്ചേരുന്നു. ഇതാണ് സാധാരണഗതിയിലുള്ള ഹംപി എക്സ്പ്രസിന്റെ ഷെഡ്യൂളായി കണക്കാക്കുന്നത്. ഹംപി സന്ദർശനം നടത്തി ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഹംപി എക്സ്പ്രസിൻ്റേത്. സാധാരണഗതിയിൽ അത് ജനങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണെന്നുള്ളതാണ് പറയാനുള്ളത്. 1980 മുതൽ ഈ ഹംപി എക്സ്പ്രസ് സർവീസ് മൈസൂരിൽ നിന്നും നടത്തുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഹംപി എക്സ്പ്രസിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു കറുത്ത ദിനം കൂടിയുണ്ട് ഹംപി എക്സ്പ്രസിന്. 2012 മെയ് 22 ഹംപി എക്സ്പ്രസ് പെനുകൊണ്ട സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. ആ ദാരുണ സംഭവത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. 75ഓളം പേർക്ക് ഗുരുതരമായ പരിക്ക് ഏൽക്കുകയും ചെയ്തു. ഹംപി എക്സ്പ്രസ് അതിന് അന്നൊരു കറുത്ത ദിനമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഹംപി എക്സ്പ്രസ് വളരെ നല്ല സർവീസാണ് പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. ഹംപി എന്ന മഹാ പൗരാണിക നഗരം സന്ദർശിക്കുന്നതിന് ഹംപി എക്സ്പ്രസ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ചെറിയ യാത്രക്കാർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഹംപി പോയി കണ്ട് ഹംപി എക്സ്പ്രസിന് അന്ന് തന്നെ മടങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.